പള്ളിയോടങ്ങളാണ്. അത് ചുണ്ടൻവള്ളമല്ല, ചുണ്ടൻവള്ളമുള്ളത് നമുക്ക് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ നെഹ്റു ട്രോഫി മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന വള്ളങ്ങളാണ് ചുണ്ടൻവള്ളങ്ങൾ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് പള്ളിയോടങ്ങളാണ്. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു. ഫൈനലൊക്കെ ഉണ്ടായിരുന്നു. സെറ്റാണ്. ഇവിടുത്തെ ഒരു വേറെ വൈബ്, നമ്മുടെ വൈബല്ല, ഇവിടെ വേറെ വൈബ്. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെയുള്ളതെന്ന് അറിയാമോ? നമ്മൾ ഇന്നുള്ളത് പള്ളിയോടങ്ങളുടെ നാടായ ആറന്മുളയിലാണ്. ആറന്മുളയിലെ വള്ളംകളി കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ എന്താ പരിപാടീസ് എന്ന് എനിക്കറിയത്തില്ല, എന്താ പരിപാടി എന്ന് ആശിക്കുന്നു അറിയത്തില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ പരിപാടീസ് എന്താണെന്ന് പോയി നോക്കാം. ആശിക്കേ, ഇതിൻ്റെ ഐതിഹ്യം അറിയാമോ? എനിക്കറിയത്തില്ല. ഞാനപ്പോൾ വിക്കിപീഡിയ നോക്കിയപ്പോഴാണ് പറയുന്നത്, പണ്ട് ഇവിടെ ഒരു മങ്ങാട്ടം എന്ന് പറഞ്ഞൊരു ഇല്ലമുണ്ട്. അവിടെ നിന്ന് ഭട്ടതിരി നമ്മുടെ ആറന്മുള അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് അന്ന് കുറേ അക്രമികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് അക്രമികളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാരെല്ലാം തിരുവോണത്തോണിയിൽ പുള്ളിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നൊരു ഓർമ്മയാണ്, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആറന്മുള വള്ളംകളി എന്നാണ് വിക്കിപീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തോരം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ നെഹ്റു ട്രോഫിയോ വേറെ വള്ളംകളി പോലെയല്ല, ഇവിടെ ഭയങ്കര പീസ്. നമ്മൾ നെഹ്റു ട്രോഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഫെസ്റ്റീവ്, അതായത് ഭയങ്കര മാസ് പരിപാടി. ഇവിടെ ഒരു ക്ലാസ് നമ്മുടെ കേരളത്തിൻ്റെ തനിമ പകർന്നവരെ ഒരു ദൈവവും ആചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടീസ് ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് ഫുൾ ആരവവും, അത് വേറെ വൈബ്, ഇത് വേറെ വൈബ്, രണ്ട് നമ്മുടെ നാട്ടിലെയും ഇവിടുത്തെ തമ്മിലെയും ആ ഒരു വള്ളപ്പാട്ടിന് പോലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവിടെ ദൈവങ്ങളെ കുറിച്ച് നമ്മുടെ അവിടെ ഒരു വേറൊരു സ്റ്റൈലിലായിരുന്നു. രണ്ട് വലിയ ദൂരങ്ങളില്ല. അതെ, ഭയങ്കര പീസ്ഫുള്ള്. നമ്മുടെ കൾച്ചർ ദൈവങ്ങളായിട്ട് ബന്ധപ്പെട്ട പരിപാടി ആയതുകൊണ്ട് നമ്മുടെ അവിടെ അങ്ങനെയല്ല. നമ്മളവിടെ ഫുള്ള് ഓളം വെച്ച്, അതെ അതെ, ഫൈനലൊരു ഓളമായിരുന്നു. അതെ അതെ. നമുക്ക് അതായത് നെഹ്റു ട്രോഫിയും നമ്മളെ തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല. അവിടെ ഓരോരോ ക്ലബ്ബ് വരക്കാര് തമ്മിലുള്ള പരിപാടി. നമ്മുടെ വീഡിയോ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അതേപോലെ തന്നെ വള്ളങ്ങളുടെ ചുണ്ടൻവള്ളങ്ങളുടെ ഫാൻസ് എല്ലാം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രശ്നമല്ല, ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്, ഇവിടുത്തെ മിക്കതും തുഴയുന്നത് അവരുടെ കരക്കാരും അവരുടെ ഓരോ പള്ളിയോടങ്ങൾ വരുന്ന അവരുടെ കരക്കാരെയാണ്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ല. ഒരു ക്ലബ്ബ് തുഴയുന്നത് വേറൊരു ചുണ്ടനെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് 1, 2, 3 ക്ലബ്ബ് മാത്രമുള്ള എല്ലാവരും ഒരുമിച്ച് തുഴയുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആ ഒരു പീസ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു, നമുക്ക് ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് കളി കാണാൻ. ഏത് പള്ളിയോടാണ് എനിക്ക് ഇവിടത്തെ കുറച്ച് പള്ളിയോടങ്ങളെ കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് പള്ളിയോടങ്ങളെ കുറിച്ച് അറിഞ്ഞത്. ബാക്കി എനിക്ക് ഫുള്ള് അറിയില്ല. നമ്മൾ നെഹ്റു ട്രോഫി ആകുന്ന സമയത്ത് നമ്മൾ ഫുള്ള് പള്ളാത്തുരുത്തി, UBC വില്ലേജ് ഇവരുടെയൊക്കെ ഫാൻസായി. ഇവിടെ വരുമ്പോൾ നമ്മൾ പള്ളിയോടങ്ങളിലാണ്. പക്ഷേ അതേപോലെ ഒരു ഫാൻ ഫൈറ്റോ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഭയങ്കര പീസാണ്. ഇപ്പം നിങ്ങൾ ഓണക്കാലത്തിലൊരു ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഉത്രട്ടാതി വള്ളംകളി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഫീൽ ഗുഡ് പടം കാണാൻ പോകുന്നില്ല ഫാമിലി. ആ ഒരു വൈബിൽ എങ്ങനെ ഇരിക്കുക. നമ്മൾ നെഹ്റു ട്രോഫി ഒക്കെ ആണെങ്കിൽ നമ്മളൊരു മാസ് ആക്ഷൻ പരിപാടി ഉണ്ടല്ലോ തിയേറ്ററിൽ പോയി കാണുന്നത്, ആ ഒരു വൈബ് അവിടെ ഫുള്ള് ആക്ഷനും പരിപാടിയും വൈബും. ഇവിടെ ഭയങ്കര നല്ലൊരു ലാലേട്ടൻ്റെ ഒരു ഫീൽ ഗുഡ് പടം കാണത്തില്ലേ, ഭയങ്കര ഫീലായിട്ട് ഇവിടെ ഇരിക്കും. അതാണ് കേട്ടോ. നിങ്ങൾ ഉത്രട്ടാതി വള്ളംകളി ഒന്ന് അറ്റൻഡ് ചെയ്യണ്ട കേട്ടോ, ലൈഫിൽ വൺ ടൈമെങ്കിലും. കാര്യം എന്താ, നമ്മുടെ നാടിൻ്റെ കൾച്ചറല്ലേ, ഒന്ന് കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ 2 കാറ്റഗറിയിലാണ് പള്ളിയോടങ്ങളിലെ കോമ്പറ്റീഷൻ നടക്കുന്നത്. ഒന്ന് A ബാച്ച്, ഒന്ന് B ബാച്ച്. A ബാച്ച് എന്ന് പറയുന്ന പള്ളിയോടങ്ങൾ നീളം കൂടിയതും അവിടെ തുഴയുന്ന ആൾക്കാരും കൂടുതലായിരിക്കും. B ബാച്ച് പൊതുവെ A ബാച്ചിനേക്കാളും നീളം കുറഞ്ഞ പള്ളിയോടങ്ങളും അവർ കമ്പാരിറ്റീവ്ലി A ബാച്ചിനേക്കാൾ ആൾക്കാർ കുറവായിരിക്കും B ബാച്ചിൽ തുഴയുന്നത്. ഏത് പള്ളിയോടാന്ന് എനിക്ക് ഇവിടെ ഒന്നും വ്യക്തമാകുന്നില്ല. നമുക്കത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഏതാ വള്ളമെന്ന് വെച്ച് ജസ്റ്റ് കളർ അല്ലെങ്കിൽ നമുക്ക് ഏതാ പരിപാടി നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ആരാ ജയിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കട്ടെ ആരാ ജയിച്ചത്. എനിക്ക് തോന്നുന്നു പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു നടുക്കുള്ള പള്ളിയോടോ ജയിച്ചതെന്ന് തോന്നുന്നു. പള്ളിയോടങ്ങളെ കുറിച്ച് വലിയ ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. മേ ബി അടുത്ത വർഷം ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ പള്ളിയോടങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഇപ്പോൾ ഉള്ളത് ഇടപ്പാവൂര് കൊടിയാട്ടുകര
അങ്ങനത്തെ പള്ളിയോടങ്ങളായിട്ടുണ്ട് ഫസ്റ്റ് ഈറ്റ്സിൽ നടന്നത്. കൊള്ളാം കേട്ടോ. ഇവിടുത്തെ പറയില്ലേ ആ വളയ്ക്കുന്ന കാണാൻ തന്നെ എന്ത് രസമാണ്, ഭയങ്കര കൂടല്ലേ. പിള്ളേരൊക്കെ വളയ്ക്കുന്ന പോലെ എന്ത് സിമ്പിളായിട്ട് അവർ ഡീൽ ചെയ്യുന്നു. പെട്ടെന്ന് ടക്കടിച്ച് ആ നൈസായിട്ടങ്ങ് വളച്ചു. എനിക്ക് തോന്നിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത്, അതായത് മിക്ക ആൾക്കാർക്കും ഐഡിയ ഇല്ലാത്ത ആൾക്കാർ വിചാരിക്കുന്നത് എന്ന് പറയുന്നത് ഈ പള്ളിയോടങ്ങളെ ചുണ്ടൻവള്ളമായിട്ട് സ്ഥിരീകരിക്കും. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പടം വരച്ച് നോക്കുന്നു ചുണ്ടൻവള്ളമായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തനംതിട്ട ആറന്മുളയിലൊക്കെ പള്ളിയോടങ്ങളാണ്, അത് ചുണ്ടൻവള്ളമല്ല. ചുണ്ടൻവള്ളമുള്ളത് നമുക്ക് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ നെഹ്റു ട്രോഫി മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന വള്ളങ്ങളാണ് ചുണ്ടൻവള്ളങ്ങൾ. കറക്റ്റ് പറഞ്ഞു ഇപ്പോൾ ഉള്ളത് പള്ളിയോടങ്ങളാണ്. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു ആഘോഷിക്കുന്നുണ്ട്. ആരോ ജയിച്ചു, ചെന്നിത്തല കോമ്പറ്റീഷൻ. നമ്മുടെ നെഹ്റു ട്രോഫിയും നമ്മുടെ ഉത്രട്ടാതിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ജനപങ്കാളിത്തമാണ്. നമ്മുടെ നെഹ്റു ട്രോഫിക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് PR, അതായത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നെഹ്റു ട്രോഫിയെക്കുറിച്ചുള്ള സംസാരമാണ്. പക്ഷേ ഉത്രട്ടാതി വള്ളംകളി വരുമ്പോൾ അവിടെ അതിന് വേണ്ടിയുള്ളൊരു പ്രമോഷനോ പരിപാടീസൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ജനപങ്കാളിത്തം കമ്പാരിറ്റീവ്ലി എനിക്ക് ഭയങ്കര കുറവായിട്ടാണ് തോന്നിയത്. നമുക്ക് അടുത്ത വർഷമെങ്കിലും നല്ലൊരു പ്രമോഷൻ പരിപാടി ഉണ്ടായി ഇവിടെയും നെഹ്റു ട്രോഫി പോലെ ആൾക്കാരെത്തും. നമുക്കൊരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ചില സിനിമകൾ നമ്മൾ ഇൻസ്പയർ ചെയ്യും. പക്ഷേ എന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കാണിക്കാൻ എന്നെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്തൊരു ഒറ്റൊരു പാട്ടാണ്. നിങ്ങൾ തൈക്കുടം ബ്രിഡ്ജിൻ്റെ 1 എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട്. ആ ആൽബം ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് മിക്ക ഷോർട്സും ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു റാൻഡം ആയിട്ടുള്ള ഷോർട്സാണ്. അപ്പം അത് കണ്ടപ്പോൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെങ്കിലും ഉത്രട്ടാതി വള്ളംകളി കാണണം. സോ തൈക്കുടം ബ്രിഡ്ജിനാണ് ഞാനൊരു താങ്ക്സ് പറയേണ്ടത്. അവർ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ മെയിൻ ഒരു റീസൺ. ഇതിപ്പോൾ നടക്കുന്നത് നമ്മുടെ B ബാച്ചിൻ്റെ ഫൈനലായിട്ടാണ് നടക്കുന്നത്. B ബാച്ചിൻ്റെ ഫൈനൽ നടന്നു. എന്തൊരു രസമായിരുന്നു അറിയാം. അതായത് ഓൾമോസ്റ്റ് മിക്കവരും പ്രൊഫഷണൽസ് ഒന്നും ഇല്ല, എല്ലാവരും നാട്ടിൽ അല്ലെങ്കിൽ ജോലിയെ സംബന്ധിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ആസ് കമ്പയർഡ് ടു നെഹ്റു ട്രോഫി നമ്മുടെ ഇതിൻ്റെ അകത്ത് പ്രൊഫഷണൽസ് ഒന്നും ഇല്ല. അപ്പം എല്ലാം നാട്ടിലെ ആൾക്കാർ തന്നെ തുഴയുന്നത്. അവർ കണ്ടിന്യൂസ് ആയിട്ട് തുഴഞ്ഞ് അവരങ്ങനെ പ്രൊഫഷണൽസായി മാറുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി അടുത്തതുള്ളത് ലാസ്റ്റ് നമ്മുടെ A ബാച്ചിൻ്റെ, അതായത് നമ്മുടെ ഇവിടുത്തെ ചുണ്ടൻവള്ളങ്ങളുടെ ഫൈനൽ പോലെ ഇവിടുത്തെ A ബാച്ചിൻ്റെ ഫൈനലാണ്. ഈ പള്ളിയോടങ്ങളുടെ കോമ്പറ്റീഷനിൽ നമുക്ക് ജയിച്ചത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള മേലുക്കര പള്ളിയോടങ്ങളാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്കൊരു പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ എന്ന് പറയാൻ, നിങ്ങൾ ഓണക്കാലത്തൊരു വള്ളംകളി അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആസ് എ മലയാളി നിങ്ങൾ നേരെ പള്ളിയോടങ്ങളുടെ നാടായ പത്തനംതിട്ടയിലുള്ള ആറന്മുളയിലേക്ക് വന്നു. നിങ്ങൾക്ക് നല്ലൊരു വൈബ്, നല്ലൊരു ഫീലായിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സ് നിറഞ്ഞു പോകാൻ പറ്റും. ഇതെൻ്റെ വാക്കാണ്. ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത പള്ളിയോടത്തിൻ്റെ മത്സരങ്ങൾ, അതായത് അടുത്ത ഉത്രട്ടാതി വള്ളംകളിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്താണ് വൈബ്, എന്താണ് ഫീൽ ഗുഡ് വൈബ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വൈബ് വീഡിയോയിട്ടുണ്ട് കാണാം. അപ്പം ഇന്നത്തോടെ നമ്മുടെ ഓണത്തിൻ്റെ മെയിൻ പരിപാടീസ് എല്ലാം തീർന്നു. ഇനി ഉള്ളത് ഒക്ടോബർ 2-നോ 3-നോ, കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, 28 ഓണം കൂടെ ഉള്ളൂ. അതേ ഉള്ളൂ നമുക്ക് ഈ മാസം അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഫെസ്റ്റിവൽസ് പരിപാടി തീരുന്നത്. അപ്പം മറ്റൊരു വൈബ് വീഡിയോയിട്ട് കാണും വിച്ചുട്ടി. അപ്പോൾ മറ്റൊരു വൈബ് വീഡിയോയിട്ടാണ്. ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ, കഥം. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന്